രമ്യ ഹരിദാസിനേക്കാൾ 110 വോട്ടിന് UR പ്രദീപ് ലീഡ് ചെയ്യുകയാണ്. ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ വരുന്നത് ചേലക്കരയിൽ നിന്നാണ്. 110 വോട്ടുകൾക്ക് പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ UR പ്രദീപ് മന്ദഹസിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. സൗമ്യ സുസ്മേരവദനായ UR പ്രദീപ് 110 വോട്ടുകൾക്ക് ഇതാ ലീഡ് ചെയ്യുന്നു രമ്യ ഹരിദാസിനേക്കാൾ. സി കൃഷ്ണകുമാർ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ 40. കൃഷ്ണകുമാർ ഇരുന്ന് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലിരുന്ന് റിസൾട്ട് കാണുകയാണ്. BJP ഓരോ ബൂത്തിലും നടത്തിയ ചിട്ടയായ എണ്ണം പറഞ്ഞ ഒരുപക്ഷെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ ആയിട്ടുള്ള ബൂത്ത് ഡോർ ടു ഡോർ ക്യാമ്പയിൻ ഫലം 118 വോട്ടിന് ഇപ്പോൾ UR പ്രദീപ് ലീഡ് ചെയ്യുകയാണ്. ചേലക്കരയിൽ 118 വോട്ടിന്റെ ലീഡ് ആയി ഉയർന്നിരിക്കുന്നു. ഞാൻ ആവർത്തിച്ചു പറയുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2021 റിസൾട്ടിന്റെ സൂചനകളാണ്. പോസ്റ്റൽ ബാലറ്റ് 66 കടക്കുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. 66 കടന്നാൽ ഈ ശ്രീധരന്റെ റെക്കോർഡ് മറികടന്നാൽ അതൊരു ട്രെൻഡായിട്ട് നമുക്ക് പറയേണ്ടി വരും. ഒന്നാം റൗണ്ടിൽ 1800-നും അപ്പുറം NDA 20, ഇന്ത്യ മുന്നണി 16. ജാർഖണ്ഡൊക്കെ നമുക്ക് കുറച്ച് കേരളത്തിൽ നിൽക്കാം. പാലക്കാട് എണ്ണി തീർക്കാം. ചേലക്കരയിൽ 118 വോട്ടിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുമ്പോൾ പാലക്കാട് 45. നോക്കൂ, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 2000-ഓളം പോസ്റ്റൽ ബാലറ്റുകൾ കുറവായിരിക്കുന്ന പാലക്കാട് ആകെയുള്ള 900-ലധികം പോസ്റ്റൽ 961-ൽ 45-ന്റെ ലീഡ്. വയനാട്ടിൽ 2350 വോട്ടുകൾക്ക് പ്രിയങ്ക ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. പ്രിയങ്ക തുടക്കം മുതൽ വളരെ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നു. പോസ്റ്റൽ ബാലറ്റ് മാത്രമല്ല, ഇപ്പോൾ അവിടെ വേണ്ടി തുടങ്ങി ചേലക്കരയിലും വലിയ കുതിപ്പാണ്. പാലക്കാട് ഒരു കുതിപ്പിനുള്ള തുടക്കമാണ് CK-യുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. 45 വോട്ടുകൾക്ക് പാലക്കാടിന്റെ സ്വന്തം. നമുക്ക് കോൺഗ്രസ് ക്യാമ്പിൽ ജ്യോതികുമാർ ചാമക്കാലയൊക്കെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ആ ദൃശ്യങ്ങൾ 115, UR പ്രദീപ് 233, BJP 38. എല്ലാ കണക്കും വന്നിരിക്കുകയാണ്. എല്ലാ കണക്കുകളും വരുന്നു. ഏറ്റവും ഒടുവിലുള്ള കണക്കുകൾ രമ്യ പ്രദീപ് കണക്കുകൾ നോക്കിയാൽ രമ്യക്ക് 115, പ്രദീപിന് 233.